രക്ഷ നിൻ്റെ ഹൃദയത്തിലുണ്ട്, അധരത്തിലുണ്ട്. ജസ്റ്റ് സ്പെല്ലിറ്റ്, അത്രേ ഉള്ളൂ. നീ അത് യേശുവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ആ സമയം മുതൽ നിനക്ക് കൃപ നിന്നിലേക്ക് ഒഴുകാൻ തുടങ്ങും. പക്ഷെ അതിന് പിന്നെ ആ കൃപ നിലനിൽക്കാൻ വേണ്ടി, കാര്യം കർത്താവ് എപ്പോഴും നിലനിൽപ്പിനെക്കുറിച്ച് പറയും അല്ലേ? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഫലമുണ്ടാകാനും. അവൻ്റെ ഫലം 15-16 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 15:16 നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും ഒന്ന് പറഞ്ഞു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. സോ ദിസ് എ വിഷയം. അതായത് നമുക്ക് ലഭിക്കുന്നതിന് ഓൺലി സിംഗിൾ മെക്കാനിസമേ ഉള്ളൂ, ജസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ്. കർത്താവിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഓപ്പൺ ചെയ്യും. പക്ഷേ അനുഗ്രഹത്തിനൊരു പ്രോബ്ലം ഉണ്ട്. അനുഗ്രഹം നമുക്ക് അവകാശമാക്കുകയും അനുഭവിക്കുകയും വേണ്ടേ? 2 കാര്യങ്ങളുണ്ട്. അനുഗ്രഹം അനുഭവവേദ്യമാകണം അല്ലേ? അപ്പോൾ അനുഭവവേദ്യമാകണമെങ്കിലാണ് പിന്നീട് നമ്മളത് വിശുദ്ധിയിൽ നിലനിൽക്കേണ്ട ആവശ്യമൊക്കെ വരുന്നത്. വിശ്വാസത്തിൻ്റെ കൂടെ വരുന്ന സംഭവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ കൂടെയാണ്. ഇപ്പോൾ വിശ്വാസമുണ്ടോ, അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് ദൈവം അതീവ വിശുദ്ധയായതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിനെ പോലെ നമ്മൾ വിശുദ്ധിയിലേക്ക് വരണം. ദൈവത്തിൻ്റെ പോലെ നമ്മൾ വിശുദ്ധിയാണല്ലോ, അല്ലെങ്കിൽ ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വിശുദ്ധിക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവനായിരിക്കണം എന്ന് പറയണത്. ഇപ്പം നമ്മൾ എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്യത്തില്ലേ? അപ്പോൾ ദൈവം എന്താ പറയണത്? നീ എൻ്റെ മുമ്പാകെ വേപരിക്കണം. 17:3 ഉൽപ്പത്തി പുസ്തകം. ശ്രുതികട്ടെ. ഉൽപ്പത്തി 17:1 സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഈ കുറ്റമറ്റവനായി, അതായത് കുറ്റമറ്റവനായി നിൽക്കാൻ വേണ്ടിയാണ്. കാര്യം വെച്ചാൽ നമ്മളുടെ ഭാഗ്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് നമ്മളുടെ കുറ്റമറ്റ അവസ്ഥകളിലാണ് ഇത് കൂടുതൽ വർക്ക് ചെയ്യണത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവൻ. ദൈവം ആരാണ്? ഇപ്പോൾ 32-ാമത്തെ സങ്കീർത്തനം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 32:2 ശ്രുതികട്ടെ. സങ്കീർത്തനം 32:2 കർത്താവ് കുറ്റം ചുമത്താത്തവനും, പറഞ്ഞേ കർത്താവ് കുറ്റം ചുമത്താത്തവനും, ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അത് ഭാഗ്യവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ തന്നെ പറയും, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്താ കാരണം? കർത്താവ് കുറ്റം ചുമത്താൻ പറ്റാത്ത അമ്മയുടെ ആത്മീയ കരുത്തെന്ന് പറയുന്നത് അതാണ്. എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം.
വേർഡ് ഓഫ് ഗോഡ് സകല തലമുറകളും. ലൂക്ക 1:48. ലുക്ക 1:48. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. നമ്മൾ ക്രിസ്തുവിലെ ആയിരിക്കുമ്പോൾ പുതിയ സൃഷ്ടിയായിരിക്കുകയാണ്. ഈ പുതിയ സൃഷ്ടിയാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ്. ശ്രദ്ധിക്കട്ടെ. 1 കൊരിന്ത്യർ 5:17 വായിച്ചോളൂ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അപ്പൊ ക്രിസ്തുവിലായിരിക്കുന്ന ആൾക്കാരാണ് പുതിയ സൃഷ്ടിയാണ്. അവരുടെ അവകാശം ഓഹരിയും എന്താണ്? അവരെ സകല തലമുറകളും ഭാഗ്യവതി എന്ന്. അമ്മ മാത്രമല്ല, ആരെല്ലാം ക്രിസ്തുവിലായിരിക്കുന്നുവോ, ആരെല്ലാം ക്രിസ്തുവിൻ്റെ വചനത്തിന് അനുപേക്ഷമായി ജീവിക്കുന്നുവോ അവരെ എല്ലാം ദൈവം സകല തലമുറകളും ഭാഗ്യവാൻ എന്ന് പ്രകീർത്തിക്കും. കൈയടിച്ച് ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. തലമുറകൾ തോറും നിത്യത വരെ അമ്മ ഭാഗ്യവതിയാണ്. ഈ അമ്മ പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. എന്താണ് അമ്മ പറയുന്ന സ്പിരിച്വാലിറ്റി? ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരെ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം അവിടേതാകുന്നു. മലയിലെ പ്രസംഗമാണ് സംഭവം. പക്ഷേ ഈ മലയിലെ പ്രസംഗത്തിൻ്റെ വചനം മാംസം ധരിച്ച രൂപമാണ് പരിശുദ്ധ അമ്മ. മലയിലെ പ്രസംഗമാണ് 5:3 വരണത് അല്ലേ? എന്താ പറയണത്? ഈശോ പറഞ്ഞ ആദ്യം ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പൊ ശരീരത്തിന്റെ സമ്പത്ത് എന്താ നമുക്കറിയാം. പൊന്ന് അല്ലെ, പറമ്പ് എല്ലാം ശരീരത്തിന്റെ സമ്പത്താണ്. ആത്മാവിന്റെ സമ്പത്ത് എന്താണ്? ദൈവമാണ് ആത്മാവിന്റെ സമ്പത്ത്. ദൈവമാണ് എനിക്കില്ലല്ലോ എന്ന് എന്തെല്ലാം കിട്ടിയാലും നേടിയാലും ജോലി കിട്ടിയാലും അതുപോലെ തന്നെ നീ വിചാരിക്കുന്ന എല്ലാം നടന്നാലും പക്ഷേ ദൈവത്തിനെക്കുറിച്ച് നിനക്ക് ദൈവമില്ലല്ലോ. ദൈവമാണ് ഏറ്റവും വലുത്, എൻ്റെ ജോലിയേക്കാൾ വലുത്, എൻ്റെ വീടിനേക്കാൾ വലുത്, അതുപോലെ എൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കാൾ വലുത് ദൈവമാണെന്ന് തോന്നുമ്പോഴാണ് ഈ ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത്. മനസ്സിലായ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനാണ് ദൈവത്തിൽ അത് അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്. ശരീരത്തിൻ്റെ ദാരിദ്ര്യം, വീട്, ജോലി, വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. പക്ഷേ ഈ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ ഈശോ അമ്മയെ സകല തലമുറകളും ഭാഗ്യവതി കീർത്തിക്കുമ്പോൾ അത് തന്നെയാണ് ക്രിസ്തു പറയണത്. എങ്ങനെയാണ്? അമ്മയെ മാത്രമല്ല, ആരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവോ അവരെല്ലാം തലമുറകൾ തോറും അവർ ഭാഗ്യവതിയാകും. അതായത് ജന്മജന്മാന്തരങ്ങളും ഈ ജന്മത്തിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ ദൈവം ഭാഗ്യവാൻ. കാര്യം ദൈവം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നവനാണല്ലോ ഭാഗ്യവാൻ. അതല്ലേ നമ്മൾ 32-ാം സങ്കീർത്തനം 2 കണ്ടത്. ദൈവം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നവനാണ് ഭാഗ്യവാൻ. ദൈവം കുറ്റം ആരോപിക്കാത്തവനാണ് ഭാഗ്യവാൻ. ദൈവം കുറ്റം ആരോപിക്കാതിരിക്കുമ്പോഴേ നമുക്കറിയാമല്ലോ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു പക്ക മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. മരിയൻ സ്പിരിച്വാലിറ്റി ചെയ്യാൻ വേണ്ടത് വചനം മാംസമായതും വചനം മാംസമാക്കിയതും വചനത്തെ വയറ്റിലിട്ട് വളർത്തിയതും വചനത്തെ വീട്ടിൽ നിർത്തി വളർത്തിയതും വചനത്തെ ലോകത്തിനെ ഏൽപ്പിച്ചതും എല്ലാം അമ്മ എന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അമ്മയുടെ സ്പിരിച്വാലിറ്റി, യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരു ആധ്യാത്മികതയുണ്ട്. യേശുവിനെ വയറ്റിലിട്ട് വളർത്താൻ അതിനുള്ള പേയ്മെൻ്റ് എല്ലാം കൊടുത്താണ് അമ്മ. നമ്മൾ ഔഷധപിതാവ് സ്വന്തം ഭർത്താവ് വരെ ഉപേക്ഷിക്കുമെന്ന് കണ്ടപ്പോഴും ആ പേയ്മെൻറ്റ് കൊടുക്കുന്നതിൽ യാതൊരുവിധ
കോംപ്രമൈസ് അമ്മ ചെയ്തില്ല. വീട്ടിൽ കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടായ സമയത്ത് അമ്മ അവിടുന്ന് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയി. എന്നാൽ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലായാലും ചില സമയത്ത് വചനത്തിൻ്റെ കൂടെ സ്വീകരിക്കുമ്പോൾ ഒറ്റക്ക് നടക്കേണ്ടി വരുമെന്നാണ് അമ്മ നമുക്ക് തരുന്നൊരു പാഠം. എലിസബത്തിനെ സ്വീകരിക്കാൻ പോയത് ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരല്ല, ഒറ്റക്കാണ് പോയത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഏതെങ്കിലും സമയത്ത് ഒറ്റക്ക് നടക്കേണ്ടി വരും. അവരുടെ വിശ്വാസം, അവരുടെ ജീവിതം മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ആൻറ്റിമാർക്കോ അങ്ങളമാർക്കോ അയൽവാസികൾക്കോ മനസ്സിലാകണമെന്നില്ല. മറ്റുള്ളവരുടെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് യു കനോട്ട് ലീവ് ഇൻ ആസ് എ ക്രിസ്ത്യൻ. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയായിട്ട് തുടരാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തോടെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാഷ്വാലിറ്റിയിലും ഉണ്ടാകും. ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെടും അമ്മയെപ്പോലെ. അപ്പോഴും ഏത് സമയത്തും നീ തയ്യാറായിരിക്കണം. എന്തിന് തയ്യാറായിരിക്കണം? ഹൃദയത്തെ സംഗ്രഹിക്കാൻ. ഹൃദയത്തെ സംഗ്രഹിക്കുക. ഞാൻ എന്നും അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന മുഴുവനും ഹൃദയത്തെ സംഗ്രഹിക്കണം. അതാണ് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു മരിയൻ വേർഡിലെ ഒത്തിരി വചനങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വചനത്തിൻ്റെ മരിയൻ വേർഡെന്ന് പറയുന്നത് ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ്. ഈ നമ്മുടെ ആത്മക്കരുത്ത് നമ്മൾ പ്രാപിക്കുന്നത് ഹൃദയത്തെ സംഗ്രഹിച്ചാണ്. എന്താണ് ഹൃദയത്തെ സംഗ്രഹിക്കണമെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മുടെ ജീവിതത്തിൽ ചില ഷിഫ്റ്റിങ് നടക്കണം വിചാരിച്ചോ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തവരാണ്. നിങ്ങളുടെ ഇപ്പോൾ ഏജൻ്റ് ഒരു ഡേറ്റ് പറയും. ഏജൻറ്റുമാർ ഡേറ്റ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രഷറും ഏജൻറ്റ് പറഞ്ഞ ഡേറ്റും തമ്മിൽ അല്ലേ കണക്റ്റഡ് ആയിരിക്കണത്. ഏജൻറ്റ് പറഞ്ഞ ഡേറ്റിന് സംഭവം നടക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ കൂടും, അതില്ലേ? അപ്പോൾ നിങ്ങളോട് പച്ചത്തിരി തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പ്രഷറിൽ പ്രാർത്ഥിക്കും. ഇത് മുഴുവനായിട്ട് നിങ്ങൾ ക്രിസ്തുവിന് വിട്ടുകൊടുക്കണം. മനസ്സിലായോ? ആരുടെയും വാക്കിൽ അമിതമായി വിശ്വസിച്ചിട്ട് ഒരു കഥയുമില്ല. ദൈവത്തിൻ്റെ വാക്കിൽ മാത്രമേ നമുക്ക് അമിതമായി വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ, മറ്റുള്ള വാക്കിൽ. അതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് ഇളച്ച് കൂട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആദ്യമേ തന്നെ ഇളച്ച് കൂട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രഷർ കുറയ്ക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഡേറ്റുകൾ അവർ പറയുന്ന അഷ്വറൻസിൽ ഓവറായിട്ട് നമ്മൾ ആശ്രയം വെക്കരുത്. അത് ചിലപ്പോൾ നടക്കാം. ചിലപ്പോൾ കടക്കാർ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ നിനക്ക് ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞു. നീ അത് തരുമോ? തന്നില്ലേ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഇരുന്ന് ചിലപ്പോൾ തന്നില്ലെന്ന് വരും, ചിലപ്പോൾ തരും. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം നിൻ്റെ ഒരിക്കലും ആലോചനകളും എപ്പോഴും നിൻ്റെ ധാരണകളും അതുപോലെ തന്നെ നിൻ്റെ സ്വസ്ഥതകളുമെല്ലാം മനുഷ്യന്മാരുടെ വാക്കിൽ ഇങ്ങനെ വിശ്വസിച്ചു കൊണ്ടാണ്. ഇത് റീഫോർമാറ്റ് ചെയ്യേണ്ടി വരും. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എൻ്റെ ഒരു ആശ്വാസവും മനുഷ്യന്മാരുടെ വാക്കിലെ വിശ്വസിക്കാതിരിക്കാനും നിന്നിൽ ആശ്രയിക്കാനും എന്നെ അഭിഷേകം ചെയ്യണമേ. നാഥാ നീ മതി നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക് നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മനുഷ്യന്മാരൊക്കെ പല വാക്കുകളൊക്കെ പറയും, പക്ഷേ നമ്മളെപ്പോഴും ആശ്രയിക്കേണ്ടത് ദൈവത്തെയാണ്. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കണമെങ്കിൽ മക്കൾ പഠിക്കണം. ദൈവത്തെ ആശ്രയിക്കുന്നതിലൂടെയാണ് ഈ ഹൃദയത്തിൽ സംഗ്രഹം വരണത്. കാര്യം അമ്മയോട് കുറേ വാക്ക് ദൈവം തന്നെ പറഞ്ഞതല്ലേ. മനുഷ്യന്മാരുടെ വാക്ക് പോട്ടെ, ദൈവം തന്നെ അമ്മയോട് കുറേ വാക്ക് പറഞ്ഞതല്ലേ. ഈ പുത്രനെക്കുറിച്ച് അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ രാജാവായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, ഇല്ലേ? മംഗളവാർത്തയെ പറഞ്ഞില്ലേ? ഞാൻ എപ്പോഴത് ഓർക്കൂ. അത് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് പറഞ്ഞില്ലേ? യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ?
അപ്പോൾ ദൈവം തന്നെ വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം മനുഷ്യൻ മനസ്സിലാക്കണം. മനുഷ്യന്മാരുടെ വാക്ക് തന്നെയല്ല, മനുഷ്യന്മാരുടെ വാക്ക് തന്നെ ഇടയ്ക്ക് പാളിപ്പോകുന്നുണ്ട്, മൊത്തം പാളിപ്പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ വാക്കും പ്രഥമ ദൃഷ്ടിയ പാളുന്നതായിട്ട് നമുക്ക് തോന്നും. കാര്യം എന്താണ്? ഈ പുൽത്തൊട്ടിയിലെ ഈ കാലിക്കൂട്ടത്തിനൊക്കെ എങ്ങനെ സംസാരിക്കാൻ ശേഷി ഉണ്ടാച്ചെങ്കിൽ അവർ പറയണ തെറി ഇവർ കേട്ടനുസരിക്കും പറഞ്ഞാൽ. കാലത്ത് കാളയും ആടുമൊക്കെ അല്ലേ പുൽത്തൊട്ടിലുള്ളത് ഇല്ലേ? അവരാപ്പടെ ഒതുങ്ങിക്കൊടിക്കുക. ഞാൻ ആ പുൽത്തൊട്ടി കയറിയതാണ്. അതിൽ ഒരു മല വീശി നിൽക്കുകയാണ്. ഒരു കുന്നും ചെരുവാണ്. കുന്നും ചെരുവിലൊരു പാറ ഇങ്ങനെ തള്ളി നിൽക്കുന്ന, അതിൻ്റെ ഉള്ളിലാണ് ഈ പുൽക്കൂട് ബെത്ലഹേമിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ പാറ പുരാതനമായൊരു പാറയുണ്ട്, കരിമ്പാറ ഇങ്ങനെ നിൽക്കുന്നു. മൊത്തം മുഴുവനും ബെത്ലഹേം മുഴുവനും അന്നും ഇന്നും പച്ചപ്പുര കൊണ്ട് നിറഞ്ഞതാണ്, ജനവാസം ഒന്നുമില്ല അവിടെയെങ്കിലും. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണെങ്കിലും ഈ ആട് പശു ഒക്കെ എല്ലാം നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ഈ മഞ്ഞിൻ്റെ രാത്രിയിൽ അവരുടെ ഉള്ളിലോട്ട് വേറെ രണ്ട് മനുഷ്യർ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നീരസം തോന്നും. അവർക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പറയുന്ന തോന്നിവാസം ഔസേപ്പിതാവ് മാതാൻ കേൾക്കാതിരുന്നതാണ്. ഇതൊന്നും സിമ്പിളല്ലെന്ന് മനസ്സിലാക്കിയാൽ മതി. വിഷയം ജീവിതമൊന്നും അത്ര സിമ്പിളല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്താണ് ഇടയന്മാർ, ഒരു പ്രാകൃതരായ മനുഷ്യർ കയറി വരണത്. പ്രാകൃതരായ മനുഷ്യരെ കണ്ടിട്ട് പോലുമില്ല, ഒരു പരിചയവുമില്ല. ലോകം മുഴുവനും എൻ്റെ പരിചയത്തിലാക്കണത് ദൈവം അവരെ സെൻഡ് ചെയ്താണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ്. മനസ്സിലായ? അല്ലെങ്കിൽ അടുത്തുള്ളൊരു പോലും നമുക്ക് അപരിചിതരായി വരും. പ്രാർത്ഥിക്കുക, ദൈവമേ പ്രാർത്ഥിക്കുക. കർത്താവേ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന് വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ലോകത്തോടും ജീവിതത്തോടും പുതിയ സമീപനം സ്വീകരിക്കാനും ആരും അപരിചിതരല്ല. എല്ലാവരും ക്രിസ്തുവിനാൽ അയക്കപ്പെടുന്നവരും എന്നെ സഹായിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ സംവിധാനമാകയാൽ പരിചിതരുമാണെന്നുള്ള ബോധ്യത്താൽ എന്നെ നിറക്കണമേ, നയിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പിളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടത്തിയിരിക്കുന്ന ശിശു, ഇവനാണ് രക്ഷകനെന്ന്. അപ്പം അവരുടെ വചനങ്ങളിൽ നിന്നാണ് മറിയം താൻ പ്രസവിച്ചിരിക്കുന്ന കുഞ്ഞ് ദിവരക്ഷകനാണെന്നും തന്നോട് ദൈവം പറഞ്ഞ വാക്കുകൾ ഇനിയും കാത്തിരിക്കേണ്ടതാണെന്നും പറഞ്ഞ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത്. തന്നോട് പറഞ്ഞത് എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യാക്കോബിന്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ലൂക്കാ 1:31 ലൂക്കാസ് വിശേഷം. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം എന്താണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അട്ടടയന്മാർ പോയപ്പോൾ മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ്? കർത്താവിൻ്റെ വചനം
യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും, ദാവീദിൻ്റെ സിംഹാസനം അവിടത്തേക്ക് നൽകുമെന്നാണ് പറഞ്ഞതെങ്കിലും ആ വാക്ക് ഇപ്പം നിറവേറണില്ല. അതിന് ഘടകവിരുദ്ധമായിട്ട് ചുമ്മാ ഒരു വഴിയരികിൽ പ്രസവിച്ച് കിടക്കേണ്ട അവസ്ഥയാണ്. വചനവും അതിൻ്റെ പ്രയോഗവും തമ്മിൽ നിറവേറണില്ല. കണ്ടില്ലേ? നിറവേറണില്ലല്ലോ. അപ്പം നിറവേറാത്ത സമയങ്ങൾ വരും. അപ്പം നിറവേറാത്ത സമയങ്ങൾ വരുമ്പോൾ നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും നമ്മുടെ അനുഭവവും തമ്മിൽ നല്ല ശരിക്കും വാളും പരിചയം പോലെ നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കോൺട്രഡിക്ഷൻ ഉണ്ടാകും. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവന് ഈ വിശ്വാസത്തിൻ്റെ കോൺട്രഡിക്ഷൻ അഭിമുഖീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കർത്താവിനെ നോക്കുന്നവർ പ്രകാശത്തിലാകും. വിശ്വാസത്തോടെ നോക്കുന്നവരെ അവരുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ഇരുട്ട് തളം കെട്ടി നിൽക്കുന്നത്, അവിടെയെല്ലാം കർത്താവിൻ്റെ കരുണയുടെ കൃപയുടെ പ്രകാശം വീശുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈശോയൊന്നും അസാധ്യമല്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവനെ, ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവ്. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന കർത്താവ്. കർത്താവ്, ഇതിൻ്റെ ആണിപ്പെടുതാർന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അസ്ഥിക്കുഴകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസഭിത്തികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഹൃദയത്തിലെ, കരളിലെ, കിഡ്നികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, കിഡ്നി കല്ലുള്ളവരെ ഈ നിമിഷം പൊടിഞ്ഞു മാറട്ടെ പ്രാർത്ഥിക്കുന്ന കരളിനൊക്കെ സ്പർശിക്കണ കർത്താവെ. ഈശോ, ട്യൂബുകളെല്ലാം ബ്ലോക്കായിരുന്നവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. കർത്താവെ, ഉള്ളക്കാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിലെ ദൈവത്തിൻ്റെ ശക്തിയായി ഞാൻ മക്കളെ ആശീർവദിക്കുന്ന യേശുവേ, യേശുവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കളെയും സ്പർശിക്കണമേ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. Lord, in peace His Spirit, I command to you, in the name of Jesus Christ, be healed. കർത്താവ്, വാദരോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ, ഹൃദയ രോഗങ്ങൾ, ഹൃദയത്തിന് വാൽവിന് ബ്ലോക്കുള്ളവര്, വാൽവ് ശ്വസിക്കുന്നവര്, കടുരോഗങ്ങൾ, കർത്താവ് ഫാറ്റ് ലിവർ ഉള്ളവര്, കർത്താവ് അവിടെ തൊട്ട് സ്പർശിക്കട്ടെ. ഈശോയെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവര്, ചെവിക്ക് കേൾവിക്കുറവുള്ളവര് യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കട്ടെ. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, കർത്താവെ, തൊണ്ടയിൽ സ്പർശിക്കട്ടെ. സ്പോണ്ടിലോസിസ് അസുഖമുള്ളവര്, കർത്താവെ, തൊണ്ടയിൽ സ്പർശിക്കണമേ. പിൻകഴുത്തിൽ സ്പർശിക്കണമേ യേശുവിന്റെ നാമത്തിൽ. രോഗങ്ങൾ, കർത്താവെ, സ്രാവ രോഗങ്ങള്, അറിയാതെ മരം പോകുന്നവര്, മൂത്രം പോകുന്നവര്, ഈശോയെ, ഗർഭം അലസിപ്പോകുന്നവര്, മക്കൾ ഇല്ലാത്തവര്, ഗർഭത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് കർത്താവ് സ്പർശിക്കട്ടെ. മക്കൾ ഇല്ലാത്തവരെ കർത്താവ് സ്പർശിക്കട്ടെ. പിസിഒഡി രോഗികള്, പിസ്റ്റുല രോഗികള് കർത്താവ് സ്പർശിക്കട്ടെ. ഇടുപ്പലിന് വേദനയുള്ളവര്, കശേരുകൾ വിട്ടുമാറുന്നവരെ കർത്താവ് സ്പർശിക്കട്ടെ. യേശുവിന്റെ ശക്തി. ഉറക്കമില്ലാത്തവര്, പ്രഷർ രോഗികള്, ഉറങ്ങാതെ നടക്കുന്നവര്, ഈ പ്രഷർ രോഗികളുടെ മേൽ കർത്താവിന്റെ ശക്തി പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ ശക്തി വെക്കട്ടെ. യേശുവിന്റെ ശക്തി വെക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. മാർഗരോഗങ്ങള്, തിരവേദികള്, യേശുവിന്റെ നാമത്തിൽ കിടപ്പ് രോഗികള് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും
എൻ്റെ ഉള്ളം. മുട്ടേ നിൽക്കുക. മക്കളെ, നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവരെ, വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവരെ, പണം കൊടുത്തു പക്ഷെ വിസ പ്രോസസ്സിങ് ആകുന്നില്ല, പിന്നെ പരീക്ഷ എഴുതുന്നവരെ, ബിടെക്കും PSCയും MOHും ഹാദും IELTSഉം OETയും ഇങ്ങനെ പ്രൊഫഷണൽ പരീക്ഷ എഴുതുന്നവരെ, MBBS MD എഞ്ചിനീയറിങ് അതിൻ്റെയൊക്കെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ അഡ്മിഷന് വേണ്ടി ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ വിഷമിക്കുന്നവർ, എൻ്റെ ഒരു വർഷം കൂടി പോയില്ലെന്ന് ഓർത്ത് വിഷമിക്കുന്നവർ, അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. മുല കുടിക്കാത്ത കുഞ്ഞിനെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. ആ കുഞ്ഞിനെ അമ്മയും അതുപോലെ കുറേ പേരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ സൂചനയാണ്. കുഞ്ഞ് കുടിക്കണില്ല, അതാണ് പ്രശ്നം. അതിൻ്റെ പേരിൽ അമ്മയും കുഞ്ഞും അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസങ്ങളുണ്ട്. അവരെ സമർപ്പിക്കുന്നു. ഗർഭിണികൾ സമർപ്പിക്കുന്നു. മക്കളില്ലാത്തവർ സമർപ്പിക്കുന്നു. സാമ്പത്തികമായ വലിയ ബാധ്യതകളിൽ കഴിയുന്നവരെ വിൽക്കാനും കൊടുക്കാനും കൈമാറാനും ഒന്നുമില്ലാതെ കടം മാത്രമുള്ളവരെ സമർപ്പിക്കുന്നു. കർത്താവേ, നീയാണ് വഴി, ഞങ്ങളുടെ ഉടമ്പടിയാണ് ഞങ്ങളുടെ ആസ്തി, നീ അവരെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിറ്റ് സ്ഥലങ്ങളും കെട്ടിടങ്ങളും വ്യവസായങ്ങളും വ്യാപാരങ്ങളും വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, ജപ്തി വരുന്നപ്പോൾ വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, ജപ്തി വന്നിട്ടും വിറ്റുമാറിയാൽ കൊള്ളാം അതിനുള്ള ചാൻസ് ആഗ്രഹിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികളെ, ഓരോരോ വ്യത്യസ്തങ്ങളായ സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസംകാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എപ്പിലെപ്സി, ഹൈപ്പർ ആക്ടിവിറ്റി, അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ആ കുഞ്ഞുങ്ങളുടെ മേൽ തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിലെ, ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകുകയും സാന്ത്വനങ്ങൾ ലഭിക്കുകയും ചെയ്യട്ടെ. I command you in the name of Jesus Christ to be healed. യേശുവേ നന്ദി. ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിരും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അതായത് മനുഷ്യൻ്റെ വേറെ ചില തടസ്സങ്ങളുണ്ട്, അതിർത്തി തർക്കമുള്ളവർ. അതുകൊണ്ട് വേര് കെട്ടാൻ പറ്റണില്ല, മതിൽ കെട്ടാൻ പറ്റണില്ല, വഴി കിട്ടാത്തതിൻ്റെ കാരണം പുരയിടം വിൽക്കാനോ പൊറുക്കാനോ പറ്റണില്ല, ശുദ്ധ വെള്ളം പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. കോടതിയിലും അതുപോലെ തന്നെ കേസ് എടുക്കണില്ല, അങ്ങനെ കേസ് എടുക്കാത്തവരുണ്ട്, ഭാഗ്യഉടമ്പടി നടക്കാത്തവരുണ്ട്, മക്കൾക്ക് പൈസ കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്ത, ജോലിയുമില്ല പൈസയും ഇല്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് കണ്ണീരോടെ ശ്രദ്ധിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തി, തെറ്റായ പ്രണയബന്ധങ്ങളെല്ലാം എല്ലാം അകപ്പെട്ടിരിക്കുന്നവരെ മേൽ കർത്താവിൻ്റെ കാരുണ്യം, രാജ്യം വിട്ടു പോയിട്ടുള്ളവരെ, ജയിലിൽ കിടക്കുന്നവരെ, അപ്പനെ അമ്മനെ വിളിക്കാത്തവരെ, ഫോൺ പോലും എടുക്കാത്തവരെ,
തിരക്കാത്തവർ, ഇങ്ങനെയുള്ള എല്ലാവിധ വൈകൃതങ്ങളിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം യേശുവിന്റെ നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ആരാധന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.